നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബിൾ വണ്ടേഴ്സിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ വെഞ്ഞാറമൂട് നമ്മുടെ സബ്സ്ക്രൈബർ കാണാനിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നമ്മൾ പോകും. വെഞ്ഞാറമൂട് എത്തി നമ്മൾ ഇനി ഇവിടുന്ന് നമ്മുടെ സബ്സ്ക്രൈബർ നമ്പർ വന്നിട്ടുണ്ട്. വിളിച്ച് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിളിച്ച് നമ്മൾ പോകുന്നതായിരിക്കും. ബാക്കി ഒന്ന് പോയിട്ട് കാണാം. വെഞ്ഞാറമൂടാണ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബാഡായിട്ടുള്ള അനുഭവം ഉണ്ടായി. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാഷ്റൂമിൽ പോകാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് 5 രൂപ കൊടുത്തിട്ട് ബാത്റൂമിൽ കയറിയപ്പോഴത്തേക്കും ബാത്റൂമിലെ ഫ്ലഷിന് അടപ്പിടി. അപ്പോൾ ബാഗ് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരു അമ്മച്ചി വന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടും വേണം. കക്കൂസിൽ ഫ്ലഷ് ചെയ്തില്ലേ, അതില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിക്ക് ഒരു ഇതില്ല. അമ്മച്ചി ചുമ്മാ വേണം അങ്ങ് കനാന്ന് പറഞ്ഞ് അടിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു തള്ളേ നിങ്ങൾ ചുമ്മാ ഇരുന്നില്ലെങ്കിൽ എനിക്ക് നല്ല കലിപ്പാകും, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം പുറത്ത് കാശ് വാങ്ങിച്ച് അപ്പച്ചനും പറഞ്ഞ് ഇപ്പം കൊച്ചു കയറിയതേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു. അപ്പം നമ്മൾ കയറി ഉടനെ തന്നെ അപ്പം തന്നെ നമ്മൾ ബാഗ് ഒന്ന് കൊടുക്കും. കാരണം നമുക്ക് ബാഗ് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഫ്ലഷിൻ്റെ മുകളിൽ അടപ്പുമില്ല, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അടപ്പിൻ്റെ മുകളിലേക്ക് വെച്ചേനെ. അപ്പോൾ ഒരിക്കലും നമുക്ക് കാരണം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാഷ്റൂമിൽ പോകാൻ വേണ്ടി പോയത്. ശരിക്കും ഞാൻ പോയില്ല ഗൈസ്, എനിക്ക് ഭയങ്കര സങ്കടമായി. ആ അമ്മച്ചി കുറേ കിടന്ന് അലച്ച് ചുമ്മാ ചലാന്ന് പറഞ്ഞ് അലച്ച് ആ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തന്നേക്കാണെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാൻ വാഷ്റൂമിൽ പൈസ അടയ്ക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരി അവിടെ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊന്നും നമ്മൾ ആരുടെടുത്തും ലേഡീസിൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യാനും പാടില്ല. കാരണം ജെൻസിന് ഇപ്പം ആണുങ്ങൾക്ക് എവിടെ വേണോ ഏതെങ്കിലും ചെറിയ ഗ്യാപ്പ് കിട്ടിയാലും പോകാമെന്ന്. അതുപോലെ പെൺകുട്ടികൾ എല്ലായിടത്തും പോയി ഇരുന്ന് പോകാനോ അങ്ങനെ പറ്റത്തില്ല. കോമണായിട്ടൊരു സ്ഥലത്ത് അങ്ങനെ പോകാൻ പാടില്ല. എന്തായാലും നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ വാഷ്റൂമിൽ എന്തായാലും ഞാൻ പോയിട്ടില്ല. എന്തായാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുന്നതല്ലേ. അപ്പം എന്തായാലും ഈ കക്കൂസ് ഇല്ലാത്ത വീട്ടിലോട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്, കക്കൂസുള്ള വീട്ടിലോട്ടാണ്. അപ്പം എന്തായാലും നോക്കാം. അതുവരെ നമ്മൾ വെയിറ്റിംഗ് ആണ്. ആർജെ പൊളിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ കാര്യമില്ല, എന്ത് ചെയ്യാൻ അല്ല സു. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് നേരെ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ പോവുകയാണ്. അവരുടെ ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചു സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്. കൊച്ചിൻ്റെ അമ്മയും അച്ഛനും നമ്മളെ കാണുമെന്ന് ഭയങ്കര നിർബന്ധം പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആൾക്ക് ലീവുള്ള ടൈം ചെല്ലണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോവുകയാണ്, നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഹെവി ലൈസൻസ് ഡ്രൈവിങ്ങിൻ്റെ ഇത് കാണുന്നത്, അത് ഡ്രൈവിംഗ് എടുക്കുന്ന വണ്ടി കാണുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ഇപ്പം തന്നെ വരും, ഓൺ ദ വേ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. വെയിറ്റിംഗ് ആണ്. നോക്കാം എവിടെ എത്തി എങ്ങനെ എത്തിയെന്നൊന്നും അറിയത്തില്ല. അപ്പം നോക്കാം നമുക്ക് എങ്ങനെയായാലും കൊള്ളാം. ദൈവം. അപ്പോൾ ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബിനെ കാണാൻ ഇപ്പം വരും നാളെയാണ് ലോട്ടറി പോലെയാണ്. അതാണ് എത്താനായി. ഈ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പം നോക്കാം ഈ സൈഡിൽ നിന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഞാറൻ മരമാണ്. ഓ അസ് ഞാവൽ മരം തോന്നിക്കുന്നു. ആ കാണുന്ന ഞാവൽ മരം. ഞങ്ങൾ അതിൻ്റെ അവിടെ പുറത്താണ്. ഞാവൽ മരം എന്ന് ഉദ്ദേശിച്ച് നിൽക്കണുണ്ട്, അതാണ് ഞാവൽ മരം. ഞാവൽ മരത്തിൻ്റെ അടുത്ത് ഇവിടെ നിന്നാണ് വരുന്നത്. നോക്കാം ഗൈസ്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബ് വരാൻ കാണുന്നത് നിങ്ങൾക്ക് ഭ്രാന്താവും. അപ്പോൾ ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ വീടെത്തി. അതാണ് ചേച്ചിയാണോ? ഞാൻ വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ നിറച്ച് പിടിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഇത് ബാബാ മാറിക്കോട്. അപ്പം എവിടത്തൊക്കെ കാറുമ്പോ പേടിച്ചു പോയിരുന്നു. മാസ്റ്റർ ഇവിടെ ഉണ്ട്. മാസ്റ്ററെ കണ്ടിട്ടില്ല. ആരാണ് മാസ്റ്റർ ഇവിടെ? മാസ്റ്ററിന്റെ ശിഷ്യ. ആ അതാണ് കാണിക്കുന്നത്. കാണിക്കും. ഓ
ഡാൻസ് കളിച്ച് കാണിച്ചു പോകുന്നുണ്ട്. രാത്രി സെറ്റ് 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 അപ്പൊ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണുന്നത് ബൈ. ഫ്രം ആജ് ബാബാ. ഗൈസ് ഇത് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്ന ഫുഡിന് ബീഫുണ്ട്, ചോറുണ്ട്, കപ്പയുണ്ട്, പിന്നെ മീൻ തോരനുണ്ട്, പിന്നെ ബീഫുണ്ട്, അച്ചാറുണ്ട്, പിന്നെ കൂടെ കഴിക്കാനുണ്ട്, കമ്പനിക്കാരുണ്ട്. പക്ഷെ അച്ചാറുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ. പിന്നെ ചോറുണ്ട്, പിന്നെ പുളിങ്കറി ഉണ്ട്, പിന്നെ തേങ്ങാസ്വതി അവർക്കുള്ള ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാളെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തേങ്ങാസ്വതി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങാസ്വതി ഇവിടുന്ന് ഒരു പിന്നെ ഓരോരുത്തരോട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കഴിക്കാനായിട്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇനി 2-3 ആൾ കൂടെ വരാണ്ട്. കമോൺ ഗൈസ്, എന്നാൽ ഇത്ര സ്ലോ ആയിട്ട് പെട്ടെന്ന് വരും. അടുത്താൾ വന്നു കഴിഞ്ഞു, അടുത്താൾ വന്നു കഴിഞ്ഞു. ഇനി ആരുള്ള ഫുഡ് കഴിക്കാൻ വരാനുള്ളത്? അമ്മ വരുന്നില്ലേ? അമ്മ കഴിക്കാറില്ലേ? സദ്യ കഴിച്ചു വന്നാൽ കഴിക്കാൻ പറ്റില്ലേ? കമോൺ താങ്ക്. അതെ ഇവിടെയൊക്കെ കഴിപ്പ് പകുതിയായി ഇതിന്റെ ഒന്നും. ഇവിടെയൊക്കെ പലരും കഴിച്ച് തീരാറായി. ഞാനിപ്പോഴും വ്ലോഗ് എടുത്തോണ്ടിരിക്കുക ഗൈസ്. അതല്ലെങ്കിൽ അത്രേ ഉള്ളൂ. നീ ആദ്യം സ്വന്തം കാര്യം ചിന്താപോയാണ്. സത്യല്ലേ? നിർബന്ധിക്കാറില്ല. അതന്നെ. ഇനിയിപ്പോ ഞാനും കൂടി കഴിക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, ബാക്കിയെല്ലാം കഴിച്ചു പോയിട്ടുണ്ടാവും. അപ്പം കഴിച്ചു എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും കഴിക്കുന്നു. എല്ലാവരും ഓരോ സൈഡിൽ. എല്ലാവരും കഥ പറഞ്ഞോണ്ടിരിക്കുന്നു. അച്ഛൻ മാത്രം ഫുഡ് കഴിക്കുക. അച്ഛനും അമ്മയും ഫുഡ് കഴിച്ചിട്ടില്ല, ചേച്ചിയും ഫുഡ് കഴിച്ചില്ല, മറ്റെല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. അതാണ് അതാണ് ഇത് ഇവിടെ വളർന്നത്. ഇത് കുന്നിക്കുരുവിന്റെ ചെടിയാണോ? വെള്ളയാണോ? ഇത് കുന്നിക്കുരു ആണ്. വെള്ള കുന്നിക്കുരു ഇല്ലേ? ഞങ്ങളെ വീട്ടിലുണ്ട്. ആണല്ലേ? ഞങ്ങളെ വീട്ടിലുള്ളത് ചുവപ്പ് കറുപ്പും കൂടി. എന്റെ കെട്ടിയൻ ആദ്യമായിട്ടായിരുന്നു ചുമന്ന കുന്നിക്കുരുവിനെ കാണുന്നത്. എന്നിട്ട് അതിന്റെ മഞ്ചാടി എന്ന് പറഞ്ഞു. മഞ്ചാടി എന്ന് പറഞ്ഞ ഏക കുന്നിക്കുരുവിനെ കണ്ടിട്ട് മഞ്ചാടി എന്ന് പറഞ്ഞ ഏക വ്യക്തിയായിരിക്കും. നമ്മളവിടെ ഉണ്ട് ഇഷ്ടം പോലെ കുന്നിക്കുരു. കുന്നിക്കുര അവിടെ ഉണ്ട്. ഞാൻ എടുത്തോണ്ട് തരാം. ഇതതിന്റെ പൂവല്ലേ പൂത്തിക്കുന്നത് അല്ലേ? അപ്പൊ ഈ നിൽക്കുന്നത് കുന്നിക്കുരുവിന്റെ പൂവാണ്. പൂത്തിട്ടില്ല. അപ്പം നല്ല രസമുണ്ട്. എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു. അല്ലേ? വേറെ അല്ലേ? വേറെയാണ്. വേറെ ആൾക്കാരുടെ സ്ഥലം. ഫുള്ളും പച്ചപ്പാണ്. ഐ ലൈക്ക് ഇറ്റ്. വെള്ളം വരെ 1 വർഷം കഴിയും. അവർ പറഞ്ഞായിരുന്നു. ഞങ്ങളവിടെ ഈ പൈപ്പ് വെച്ചിട്ടില്ല, കണക്ഷൻ ഇതാക്കിയിട്ടില്ല. കണക്ഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. തെങ്ങ് നിങ്ങളുടെ പട്ടി നല്ല കുറയാണ് കേട്ടോ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഫുള്ളും പച്ചപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു. പായൽ മാത്രമല്ല, അത് ആമ്പലാണ്. അത് ആമ്പല്. അത് ആമ്പല്. അച്ഛൻ പോകാൻ വേണ്ടി ഇറങ്ങി റെഡിയായി. അപ്പം എന്തായാലും ഗൈസ് നമ്മൾ പപ്പയുടെ കൂടെ ഇവിടെ നിന്ന് നമ്മൾ വൈകേൻ്റെ അമ്മ എല്ലാവരും കൂടി പാറമോൾ പോവേണ്. എല്ലാവരും റെഡിയായി. വണ്ടി ഇതേ എടുത്തിട്ടിരിക്കുന്നു. അപ്പം ഇവിടെ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഇറങ്ങി. അപ്പം നോക്കാം. പപ്പ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പപ്പയല്ല, അച്ഛൻ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വണ്ടി തൂങ്ങി കിടക്കുന്നു. ഇവിടെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയെല്ലാം മാറ്റിയിട്ട് ഇവിടെ അടുത്ത ആൾ ഒരുങ്ങി ഇറങ്ങി. ഒരു വണ്ടിയും കൂടി ഇറങ്ങാനുണ്ട്. നോക്കാം. അവിടെ ഫുള്ള് ഇതുപോലെ ഈ റബ്ബറും കുന്നുമലയൊക്കെ ഉണ്ട്.
ടാങ്കല്ലേ? ഓക്കെ. ആ ടാങ്കിന്റെ പണി എങ്ങനെ വെള്ളം നടത്തുന്നപ്പോ? ടാങ്കിന്റെ പണി കഴിഞ്ഞല്ലോ. ആയല്ലേ? ടാങ്കിനെ ഞങ്ങൾക്ക് വെള്ളം കിട്ടണത് അടുത്ത വർഷം കഴിയുന്നുണ്ട്. ടാങ്ക് ഇപ്പൊ പണി നടക്കുന്നതേ ഉള്ളൂ ടാങ്കിന്റെ ഒക്കെ. വരൂ, എല്ലാരും വരും, നടന്നു വരും. പാറമുകൾ, വെള്ളാണിക്കപ്പാറ. വെള്ളാണിക്കൽ പാറ. പാറ. പാറയെ കാണിച്ചു ഓ അത് അതെന്താ മലയെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ഔ വായു ഗുളിക മേടിക്കാനാണെന്ന് തോന്നുന്നു ഇങ്ങനെ പോകുന്നത്. ആവട്ടെ, കൊള്ളാം, നൈസ് എന്ന്. എന്തൊക്കെ നോക്കി നടക്കുന്നുണ്ട് ആള്. വണ്ടി പാർക്ക് വെച്ചിട്ട് ഗ്യാപ്പ് കിട്ടിയില്ല, അപ്പം ഇപ്പോഴാണ് കിട്ടിയത്. ബാക്കിൽ നിന്ന് അമ്മയും അച്ഛൻ്റെ വരുന്നത്. നമ്മൾ പാറേൻ്റെ മുകളിൽ പോവാണ് ഗൈസ്. അപ്പം സൂയിസൈഡ് പോയിന്റ് ഗൈസ്. വണ്ടിക്ക് അട വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, കാരണം വണ്ടി പോകാൻ പാടില്ലല്ലോ. അപ്പം രണ്ടുപേരും കൂടി വണ്ടിക്ക് അട വെക്കാനാണോ? ഇല്ലെങ്കിൽ വണ്ടി ഉരുണ്ട് പോയാലോ. അപ്പോൾ ഇവിടെ നിറയെ കൊള്ളാം കേട്ടോ. നമ്മളവിടെ പോലെ തന്നെ ഇച്ചിരി ഉള്ളേരിയാണ്. കമ്മ വരട്ടെ. നമ്മളെ പഴയ ജീപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. ടൂറിസം ഏരിയ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇവരൊന്നും വന്നിട്ടില്ല. വെയിറ്റിംഗ് കടയെ കണ്ടിട്ട് വെള്ളം ഇറക്കി നിൽക്കുകയാണ്. കട കണ്ടിട്ട് വെള്ളം ഇറക്കി നിൽക്കുകയാണെന്ന്. അതാണ്. അപ്പം കുടിക്കാൻ കൈസൊന്നും. ശരിയെന്നാ ബാക്കിയുള്ളവർ അവർ വരുന്നതേ ഉള്ളൂ. നോക്കാം. ബാക്കിയുള്ളവർ വന്നില്ല. അപ്പം വെള്ളയാണിപ്പാറ അടിപൊളിയാണ് കേട്ടോ. അവിടെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നോക്കാം. അതാണ് വ്യൂ പോയിന്റ് പോയി നോക്കാം. ഇവിടെ കമ്പൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നോക്കാം. അല്ല, കമ്പ് ഇങ്ങനെ വെച്ചിങ്ങനെ വണ്ടി കയറ്റാതിരിക്കാനാണോ? വണ്ടി കയറ്റാതെ. ഓക്കെ. ബൈക്ക് കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറി സാഹസ പ്രകടനങ്ങളൊക്കെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കമ്പ്. വ്ളോഗ് എടുക്കുവാണ്. നിങ്ങൾ നടക്കട്ടെ. സ്ലോ മോഷൻ നടന്നത് നോക്കാം ഗൈസ്. ഗൈസ് ഇവിടെ നല്ല ഇതാണ്. അയ്യോടാ, നല്ലൊരു കുഞ്ഞു പപ്പിക്കുട്ടി. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രമൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ക്ഷേത്രമുണ്ട്. കുഞ്ഞു പപ്പിക്കുട്ടി നോക്കിയാ ഗൈസ്. നല്ല പപ്പിക്കുട്ടി ആണാണ്. പേടിച്ചോടി. ആരെങ്കിലുമൊക്കെ വല്ലതും കാട്ടിയിട്ടുണ്ടോ ഗൈസ്? വാവ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഗൈസ്. ഇഷ്ടപ്പെട്ടു. ബാ ഗൈസ്, പട്ടിയെ കിട്ടുമെന്ന് ബാ. പട്ടിക്കുട്ടി ബാ ബാ. നല്ല പട്ടിക്കുട്ടിയാണ്. ഇവിടം വരെ വന്നിട്ട് അത് തിരിഞ്ഞു പോയത്. ഗൈസ് എന്നെ നൈസിന് വാരിയത്. കൊള്ളാം, നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മോനെ അതാണ് നമ്മള് ഫൈനലി നമ്മള് കൊള്ളാം. അസവിടെ കാറ്റോണ്ട് സൂയിക്കണല്ലേ. മറ്റുള്ള സിനിമയിൽ വിളിക്കും അങ്ങോട്ട്. നല്ല രസമുണ്ട് കേട്ടോ. സൂയിസൈഡ് പോയിന്റാണല്ലേ. വാവ്, ബ്യൂട്ടിഫുൾ.
നോക്കാം. കുറേ കപ്പിൾസൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് കുടയൊക്കെ പിടിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് കപ്പിൾസിൻ്റെ ഇടയിൽ പോയിട്ട് യെസ് നല്ല സ്ഥലം. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഗൈസ്. നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈബാണ്. അറ്റത്ത് കാണുന്ന കടലാണ്, അറ്റം മുന്നിലുള്ള കടലാണ്. അറ്റത്ത് ഒരു ബ്ലൂ ലൈൻ നിങ്ങൾക്ക് കാണുന്ന ക്യാമറ കാണുന്നത്. അതാണ് ഇതിങ്ങനെ സൂം ചെയ്താലും നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ട ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ കടലിത്ര ഹൈറ്റിൽ മുകളിൽ കാണുന്ന വ്യൂ പൊളി വ്യൂ ആണ്. ഇവിടെ വൈകിട്ട് ആ ചേട്ടൻ പോയിട്ട് നോക്കിയാണ് തുമ്പത്ത് പോയിരിക്കുന്നത്. ദൈവമേ. നിങ്ങൾ സേഫ്റ്റി ഒന്ന് നോക്കുക. ആർജയ്ക്ക് അലോഡില്ല താഴോട്ട് പോകാൻ വേണ്ടി. ആർജയ്ക്ക് താഴ്ചയും പൊക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണാൻ അലോഡ്. ഇവിടെ കപ്പിൾസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ആ പട്ടി തോന്നുന്നു. നല്ല പപ്പിക്കുട്ടി. ആർജ ഇങ്ങനെ നടന്നു പോവാണ്. ആർജയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സോ ബ്യൂട്ടിഫുൾ. നമുക്ക് നോക്കാം. താഴെ പോകുമ്പോൾ 2 മരം അടുത്തേക്കിനെ കണ്ടോ. അവിടെ പയ്യന്മാരുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ്. ബ്യൂട്ടിഫുൾ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് താഴെയല്ലേ താഴെ. അസ് പതുക്കെ ഇറങ്ങട്ടാ. നല്ല രസമുണ്ട് കേസ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മളിങ്ങനെയൊക്കെ സ്ഥലം തിരുവനന്തപുരത്തുണ്ടെന്ന് അറിയുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഇനി സൂക്ഷിക്കണം അല്ലേ? ഓക്കെ. അപ്പം ഗൈസ് ഞാൻ ഇവിടെ നടത്തി. ഓക്കെ ഗൈസ്. അപ്പം ഇതാ ഞാൻ നമ്മുടെ ആർജെ നടന്നു പോകണം. ഞാനും ഇങ്ങനെ വീഡിയോ എടുത്ത് വേണത്. പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നു. ശരിക്കും ഇത് കുത്തനെ കേട്ടോ. അതല്ല ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിള്ളേരൊക്കെ ഞാനുണ്ട്. ബട്ട് ബേബി ആയിരിക്കുന്ന ഗ്യാപ്പ് തന്നെയാണ്. ഞാൻ പിടിക്കണോ? ഈ മരത്തിൻ്റെ അടുത്ത് അങ്ങോട്ടെന്നാണ് പറഞ്ഞത്. നല്ല അവരും പോയില്ലേ? ഫാമിലി അല്ലേ? ഗുണാക്കേവ് പോലെ തന്നെ. അപ്പം അവിടെ സ്ലിപ്പാവും. സൂക്ഷിച്ചെന്ന്. ഇതാണോ? അതിൻ്റെ ഉള്ളിൽ അവിടെ ഗുഹയുണ്ട്. കൊള്ളാം. അതിൻ്റെ അകത്ത് ഗുഹയുണ്ട്. പക്ഷെ ഇവിടെ പിള്ളേർ നിൽക്കണതുകൊണ്ട് നമ്മൾ പോയില്ല. ഇവിടെ അത്രയും വേസ്റ്റാണ്. ഗുണാക്കേവ് 2 കുഞ്ഞു പിള്ളേർ. കൊള്ളാം. രസമുണ്ട്. കേവിന്റെ പേരെന്താ അത് പറയുന്നു? പറയൂ. എന്താണ് എന്റെ പേര്? പുളിമട. പുലിമട. മനുഷ്യന്മാരുടെ ശല്യം കാരണം പുലിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല. അങ്ങനെ പുള്ളി ഫാമിലി ആയിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയെന്ന്. ട്രാൻസ്ഫർ ആയി ഇവിടുന്ന് ജോലി. നോക്കിയപ്പോ വൈകിട്ട് എല്ലാം മാത്രം ഇറച്ചി കണ്ടില്ല. അതുകൊണ്ട് എല്ലാം പുലികൾ പോയി ഫാമിലിയാണ്. ഫുൾ ഫാമിലി ആൾക്കാരാണ്. അതല്ലേ? ഫാമിലി അല്ലേ? നമ്മള് പുലികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും പുലിയെ കാണാൻ പുലി നമ്മളെ നല്ല ഗുണം കൊണ്ട് പുലിയും സിംഹവും എല്ലാം കാടുകളിൽ നിന്നും രക്ഷപ്പെടുകയാണ്. ഭയങ്കര തിരക്കാൻ വേണ്ട എല്ലാ ഫാമിലിയും താഴേക്ക് ഭയങ്കര
അപ്പം ഗൈസ് അവളെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്. പെട്ടുപോയെന്നോ ഊജിയാ ആണോ? ആർജ വരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വാ വാ വാ, അതാണ് പൂജി. വാ 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 വാ. തിരിഞ്ഞു നടക്കുകയാണ്, തിരിഞ്ഞു വാ. ആർജനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, കാരണം ആർജനെ കൊണ്ടുപോയി റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, എനിക്ക് ആർജയെ കൊണ്ടുപോയി റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അവരുമായിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് അവർ ഇറങ്ങുന്നുണ്ട്. കേസ് തന്നെ പോകുന്നുണ്ട്, ഞാനും പോട്ടെ. യെസ്. അപ്പം കേസ് ഇതുവഴി പോവുകയാണ് ഇങ്ങനെ. എൻ്റെ അമ്മേ, ബാക്കി കിടന്ന് വിളിക്കല്ലേ, പോയിട്ട് ഓർത്ത്. അതാണ് അല്ല പതുക്കോ. അപ്പം ഗൈസ് ഇവിടെ നിന്ന് താഴെ ഇറങ്ങണം. അപ്പോൾ ഗൈസ് അവള് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ അമ്മേ അവസാനം നമ്മളെത്തി. ശുഭം നാളെ ഒരു തുറപ്പേറ്റ് വന്നാൽ മതി താഴത്തോട്ട്. എവിടേക്ക് കിട്ടിയാ കിട്ടിയത്. ഇതാണ് ഓ, ഇവിടെ വെള്ളമടിയൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലാസ് ഒക്കെ തേരിക്കുന്നു, കുപ്പി ഗ്ലാസ് ഒക്കെ. സത്യം നോക്കാം. കൊള്ളാം. ആർജ് തോന്നിരിക്കുന്നു. ഗൈസ് റിസ്ക് എടുത്ത് പോവാണ്. അല്ലല്ല, വണ്ട്. ആ അതന്നെ അത് വണ്ടാണ്. അത് കുത്തേന്നുമില്ല. ആ ചെറുത്, അത് ഇഷ്ടം പോലെ ഉണ്ട്. അമ്മേ എന്റെ പൊന്നും. ഓ ഡാർക്ക് സീന്. ആർജെ എവിടെ? കമോൺ ആർജെ. നമ്മളിപ്പുറത്തെ സൈഡാ. അസിന്റെ റൈറ്റ് സൈഡ് ഉണ്ട് താഴെ. എടി അവിടെ കുപ്പിച്ചിൽ ചെരുപ്പിട്ടിട്ടുണ്ടല്ലേ? കുപ്പിച്ചിലുണ്ടോ? നമ്മൾ ഇങ്ങനെ കുപ്പിച്ചിലുണ്ട്. എവിടെ? ഈ കുഴിയില് കമോൺ ആർജെ. എവിടെ? മലയിൽ എവിടെ? ആർജെ നിന്ന് വിളിക്കാണ്. നമ്മളെ കണ്ടുപിടിക്കുക, അതാണ് അസിന്റെ ടാസ്ക്. അതോ അതിന്റെ ഇടയിൽ ഇരിക്കാൻ ആർജെ. ഓക്കെ നമ്മുടെ കൂടെ ഉണ്ടായ സബ്സ്ക്രൈബേഴ്സും താഴത്തിറങ്ങി പോയിട്ട് തിരിച്ചു വരാൻ വഴി അറിയാൻ വേണ്ടി അവര് അതിൽ കൂടെ അവിടെ നിന്ന് താഴത്തിറങ്ങിയിട്ട് ഇതിൽ കൂടെ ചുറ്റി അടിയിൽ കൂടെ ഇങ്ങനെ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. ചെരുപ്പം ഇങ്ങോട്ട് അറിഞ്ഞോ? വീഴൂല, ഞാൻ നോക്കോളാം, ഞാൻ പിടിച്ചോളാം. അതാ വലിച്ചെറിയ ഇങ്ങോട്ട് ദൂരത്ത്. അവിടെ കിടന്ന്. കമോൺ ഗൈസ്, കയറി വരൂ. നിങ്ങളെ കൊണ്ട് പറ്റും. കമോൺ, വിശ്വസിക്കൂ. 4 കാലിൽ വരൂ, അതാ നല്ലത്. അതന്നെ, അങ്ങനെ തന്നെ. ഇതിൽ പഴയ ആദ്യ മനുഷ്യരിലേക്ക് പോയിരിക്കുകയാണ് ഗൈസ്. അതെ പോയി എറിയുമ്പോ എന്റെ കയ്യിലേക്ക് എറിയണം. നിങ്ങൾ പറഞ്ഞിട്ട് എറിയണ്ടേ?
നീ അറിഞ്ഞ് കറക്റ്റ് പാറയിൽ കുത്തിയത്. ഇങ്ങോട്ട് ദൂരെ അറിയാൻ പറ്റുമോ? ആ ഇപ്പൊ ഓക്കെ ഓർമ്മ. ആരുടെ ഷൂ ആണ് പോയത്? ആ കല്യാണിയുടെ ഷൂ ആണ് കൈസ് പോയത്. തേങ്ങ എറിഞ്ഞത്. അവൾ തേങ്ങ എറിഞ്ഞോണ്ട് എറിഞ്ഞ, പക്ഷെ ശരിയായില്ല. അതാ ഇതിൽ ഭയങ്കര അഡ്വഞ്ചറാണ്. ഞാൻ പക്ഷെ നോക്കിയിരുന്നുള്ളൂ, ഞാൻ പോയില്ല. ഞാൻ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ കുറെ റിസ്ക് എടുത്തതിന്റെ പേരിൽ ഇനി റിസ്ക് എടുക്കുന്നില്ല. ഇത് റിസ്ക് എടുക്കട്ടെ. അതെ ഇപ്പൊ കാട്ടിലായി. ഇനിയിപ്പോ നിങ്ങൾക്ക് കാട്ടിൽ ഉരുണ്ടായാലും എടുക്കാം. ചെരുപ്പില്ലാതെ കയറണം നല്ലത്. കയറൊന്നുമില്ല, പിടിച്ചിടാനുണ്ട്. വലിഞ്ഞു കയറിക്കോണം. ശ്രമിക്കും, പറ്റും. അങ്ങനത്തെ വലിഞ്ഞു കയറും. മലയാളം നോക്കിട്ട് പേടിച്ച് കൂടി 3 കൂടി അവിടെ നിൽപ്പുണ്ട്. 3 പോയാൽ മൂഞ്ചി പോകുന്ന ഉറപ്പാണ്. ഞാൻ പറഞ്ഞാണ് പോണ്ടെന്ന്. അത് കൊറേയൊക്കെ മൂഞ്ചി പോയി. അതന്നെ ഇവര് ഭയങ്കര സാഹസികമായിട്ടുള്ള ഇവർ സിംഹപ്പെണ്ണുങ്ങളാണ്. സിംഹപ്പെണ്ണുങ്ങൾ. സിംഹപ്പെണ്ണെ പാട്ട് പാടിക്കോ. അതെ അവർ സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ ചെരുപ്പ് ഊരി. എനിക്ക് ചെരുപ്പിട്ട് ഭയങ്കര കാല് വേന. ആദ്യം വരെ ചെരുപ്പില്ലാതെ നടക്കണതാ. പക്ഷെ ഈ കുപ്പിച്ചിൽ കുതാതെ നടക്കണം. അങ്ങനെ ഫൈനല് 3 കുരങ്ങൻ ഗൈസ്. ഫൈനല് 3 കുരങ്ങുകളും മലയിറങ്ങി മല കയറി വന്നിരിക്കുകയാണ്. യെസ് ഗൈസ്, ഫൈനലി നമ്മുടെ 3 കുരങ്ങളെ ഞാൻ അയച്ചുവിട്ടായിരുന്നു. തുറന്നു വിട്ട് സാധനം തിരിച്ചു വന്നിട്ടുണ്ട്. അതന്നെ എങ്ങനെയൊക്കെ ഇവർ വഴി കണ്ടുപിടിച്ച് താഴത്തേക്ക് മുകളിലേക്ക് വന്നിരിക്കുന്നു. ഇവരുടെ അതേ ഫാമിലി ഇരിക്കുന്നു. ഏത് ഫാമിലിയാണ്? ചിമ്പാൻസി ആണോ? ഒറുങ്ങൂട്ടാ? അതാണ്. നമ്മൾ ആരോ കുപ്പിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ചില്ലാണ് ഗൈസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത് ഗൈസ്. നമ്മളോട് വന്നിരുന്നിട്ട് ഇവിടെ 3 പേരും കൂടി ഇരുന്ന് ഓരോ ജില്ലയിലായിട്ട് ആമ്പിളേരൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി വറുത്തുകൊണ്ടിരിക്കുക. സത്യസന്ധമായി സത്യസന്ധമായി ഓരോ ജില്ലയിലെ ആമ്പിള്ളേര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുരുഷവർഗത്തെ ശരിക്കും സ്ത്രീകൾ പൂർണ്ണമായിട്ട് അപമാനിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ഇവിടെ നിന്ന് കേൾക്കുന്നത് കാണുന്നതും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്കിവിടെ തർക്കിക്കാൻ പറ്റൂല. അതെ അതിന്റെ വിഷയമാണ് ഞാൻ ബ്ലോഗിൽ തീർക്കുന്നത് ഗൈസ്. നിങ്ങൾ പറയൂ ഗൈസ്, ഒറ്റയ്ക്ക് ഒരു ആണിനെ വധിക്കുന്നത് ശരിയാണോ? പക്ഷെ ഈ വ്യൂ പൊളിയാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വേറെ ലെവലിൽ വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ കാണുമ്പോൾ പണ്ട് ഞാൻ കുറെ ട്രിപ്പൊക്കെ പോയതിന്റെ ഒരു മെമ്മറീസ് എനിക്ക് വരുന്നുണ്ട്. ഞാനും പണ്ട് കുറെ നാടുണ്ട്. പൊളിയാണ്. പിടിച്ചെണീപ്പിച്ചപ്പോഴത്തേക്ക് അഹങ്കാരോ? ഞങ്ങളെ ഹാഫ് തോന്നുന്നു. നമ്മളെ കൂടെ കാണാതെ പോയ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. കണ്ടുപിടിച്ചിരിക്കുന്നു. ഹായ് ഗൈസ്. ഇവിടെ ഫോട്ടോ എടുക്കുന്നു. അവിടെ എന്താണ് പരിപാടി? മാസ്റ്റർ അവിടെ വേറെ പരിപാടിയിലാണെന്ന്. ഫോണിലാണത്. താഴ്മയായി ചോദിക്കണം. താഴ്മയായി മാസ്റ്റർ ഇവിടെ പരിപാടിയിലാണ്. ഇവിടെ
അതാ ഞങ്ങൾ വീഡിയോ എടുത്തു എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നമ്മൾ ഫോട്ടോ എടുത്ത് അവിടെ ഒരു ഫോട്ടോ. ഈ സൈഡ് വേണോടി നിനക്ക് പറയാം. അതാണ്. അപ്പം കഴിച്ച് നമ്മള് ഐസ്ക്രീം മേടിച്ചിരിക്കുകയാണ്. അതാണ് അതാണ് വൈകിയല്ല, അച്ഛനാണ് നമുക്ക്. കണ്ടോ ഗൈസ്, 4 ഐസ്ക്രീം ഉണ്ട്. കഴിക്കാൻ തരാമോ? അവിടെ ഒരാളെ കഴിക്കാൻ വേണ്ടി തരാമോ എന്ന് ചോദിക്കുന്നു, തരും. അപ്പൊ ഇവിടെ നൈറ്റ് പൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ ഫുള്ളും ഫാമിലീസാണ്. തേങ്ങാൻ പാറില്ല. ഇങ്ങോട്ടൊക്കെയാണ് മൈൻഡ് ഇതാണ് ഗൈസ്. നോക്കി ഒരുത്ത് നേരെ ഓടുവാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പൊ ഫുള്ള് ആൾക്കാരൊക്കെ വന്ന് ഗൈസ് നമ്മളെന്തായാലും കഴിക്കട്ടെ. ഓരോരുത്തരായിട്ട് പോകുന്നു. 3 കുരങ്ങന്മാർ ഫ്രണ്ടിൽ പോകുന്നു, 4ാമത്തെ ഞാൻ പൊക്കുന്നു. അപ്പൊ എന്തായാലും നോക്കാം ഗൈസ്. പട്ടി ഗൈസ് പട്ടി. അമ്മേ പട്ടി 1 അല്ല 3 4. എടി പട്ടി മാറ് പട്ടി വളഞ്ഞു ഗൈസ്. ഇവിടെ പട്ടമൊക്കെ പുറപ്പിക്കുന്നു. ഞാനിവിടെ ഐസ്ക്രീം തിന്നാണ്. ഇവിടെ എല്ലാവരും ഐസ്ക്രീം തിന്നുന്നത്. ആർജയുടെ ഫോണിൽ കുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. നാളെ വൈകിട്ട് വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കാൻ തീർന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചത് വൈകിട്ട് വീട്ടില് വൈഫൈ ഉണ്ടാവും വിചാരിച്ചു വന്നാൽ, പക്ഷെ വൈഫൈ ഇല്ല. അപ്പൊ ഗൈസ് രാവിലെ ഉറക്കം ചെയ്തിട്ട് ആർജപ്പെടുത്തി അതാണ് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു. നോക്കട്ടെ. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. അവിടുത്തെ സാധനമൊക്കെ എടുത്ത് കണ്ണൊക്കെ പോവും. എന്റെ അടുത്തൊന്നും പറയരുത്. ഇത് കള്ളത്തനം ഉടായിപ്പ്. അമ്മ 100 രൂപയ്ക്ക് കൂടെ മേടിക്കും. അല്ല ഇവിടെ ജോലിക്ക് ആള് നിൽക്കുമല്ലേ. എന്നെ ഉദ്ദേശിച്ചു, എന്നെ മാത്രം ഉദ്ദേശിച്ചത്. രണ്ടുപേരും കൂടെ അപ്പുറത്തോട്ട് കഥ അങ്ങ് പറയുക. ഇവിടെ ഒരു നുള്ളു കൊടുക്കുന്നത് നല്ല തിരിച്ചു കൊടുക്കും. അത് പിന്നെ വിദ്യയാവും, പിന്നെ മിണ്ടൂല. പാവം പൈസയില്ല അത്. അപ്പൊ രാവിലെ കൊഞ്ച് ഇയാളിങ്ങനെ അമക്കി എവിടെ വെച്ചിട്ടുണ്ട്. രാവിലെ അച്ഛൻ ഫോണിലാണ്. ഒരാൾ മീൻ മേടിച്ച്, ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു. അനിയത്തി സ്കൂളിൽ പോയി. ഇനി പോകോ മീൻ എന്തൊക്കെ പോകും. രാവിലെ ഇവിടെ തകർത്ത കുക്കിംഗ് ആണ്. അമ്മ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി, സാമ്പാർ എല്ലാം ഉണ്ടാക്കി. അനിയത്തി രാവിലെ സ്കൂളിൽ പോയി. ചോറ് വെക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഇനി ബാക്കി നോക്കാം. നടക്കി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ടാറ്റ ബൈ. ഇവിടെ എല്ലാവരും രാവിലെ ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഗൈസ്. അണ്ണനിവിടെ. അതാണ് നമ്മളെ മാസ്റ്റർ കറങ്ങി തിരിഞ്ഞിടക്കുകയാണ്. ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ടാണോ? ഇഡ്ഡലി ചപ്പാ. ഓക്കേ.
അപ്പോൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യണം നമ്മൾ. യെസ് അല്ലേ? അപ്പോൾ ചപ്പാത്തി ചുട്ട് പറയൂ എന്താണ് ലാസ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ പറ. അപ്പോൾ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പോവേം. ടാറ്റാ ബൈ ബൈ. നമ്മുടെ മാസ്റ്റർ ഫോണിലാണ്. ചപ്പാത്തി ഇന്നലെ രാത്രി കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഫൈനലി നമ്മളെ 2 ഡേയ്സിൻ്റെ വെഞ്ഞാറമൂടുള്ള നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലുള്ള ഫാമിലി ടുഗദർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ തിരിക്കുകയാണ്. ഇന്നലെ വന്നാണ്. ഇന്ന് രാവിലെ പോകേണ്ടതാണ് കഴിച്ച് തന്നെ ഇരുത്തി ഉച്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ച് നെടുമങ്ങാട് എത്തിക്കഴിഞ്ഞാൽ നെടുമങ്ങാട് നമ്മുടെ കാട്ടിലേക്ക് ബസ്സിനാവും അറിയാൻ പാടില്ല. എല്ലാം കൂടി പെട്ടിരിക്കാൻ കുഴപ്പമില്ലെങ്കിൽ നമ്മൾ തട്ടിമുട്ടി എങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളേതായാലും താമസിയാതെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ 2 ദിവസം ഭയങ്കര അമേസിംഗ് ആക്കി എല്ലാവർക്കും. പിന്നെ ബാക്കി 2 നമുക്ക് എല്ലാവരും പുറത്തു പോയേക്കണം. പിന്നെ ഒരാൾ ക്ലാസ്സിൽ പോയേക്കാണ്. അച്ഛൻ പുറത്തു പോയേക്കാണ്. അമ്മ താഴത്താണ്. അമ്മ പണിയൊക്കെ എടുത്തിട്ട് അമ്മ താഴത്ത് റെസ്റ്റ് എടുക്കാണ്. അപ്പോൾ നമ്മൾ ഇതോടെ നമ്മുടെ വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം RJ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ എല്ലാവർക്കും ബൈ.